പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എല്ലാവിധ അനുഗ്രഹവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈ പരിശുദ്ധ ത്രിത്വം ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉൾക്കൊണ്ടാൽ തന്നെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾക്കൊണ്ട പരിശുദ്ധ ത്രിത്വത്തെ നിങ്ങളിലേക്ക് പകർന്നു നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് 3 വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു നൽകുവാനായിട്ട് ആഗ്രഹിക്കുക. പെട്ടെന്ന് ഈ 3 വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ആയിരിക്കുമോ എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളിലുണ്ടാകാം. അവരെയല്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത്, മറിച്ച് 3 വിശുദ്ധരെയാണ്. ഒന്ന് ജോസഫ് കുപ്പർത്തീനോ, മറ്റൊന്ന് വിശുദ്ധ പാട്രിക്, വേറൊന്ന് വിശുദ്ധ അഗസ്റ്റീനോസ്. ഈ 3 പേരെയും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു കാരണം, ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്റ്റീനോസ് എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു വിശുദ്ധൻ്റെ ഓർമ്മ വരുമ്പോൾ തീർച്ചയായും കടൽ തീരത്തുകൂടെ നടന്നുപോയതും ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ ഉണ്ണീശോ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അഗസ്തീനോസിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചിന്തയെ ആ ഉള്ളിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് എടുത്തുമാറ്റി ഹൃദയത്തിലേക്ക് കൊണ്ടുവച്ചൊരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരി പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി വിശുദ്ധ അഗസ്റ്റീനോസ് പങ്കുവയ്ക്കുന്ന സുന്ദരമായ ഒരു ദൈവാനുഭവ ചിന്തയുണ്ട്. അതൊരിക്കലും ബുദ്ധിയിൽ നിന്നല്ല, മറിച്ച് ചങ്കിൽ നിന്നാണ്. പറയുന്നത് ഇങ്ങനെയാണ്: പിതാവ് സ്നേഹിക്കുന്നവനാണ്. ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾ സ്നേഹിക്കപ്പെടണം. അപ്പോൾ പിതാവ് സ്നേഹിക്കുന്നു, പുത്രൻ സ്നേഹിക്കപ്പെടുന്നു. അതെ, ഒരാൾ സ്നേഹിക്കുന്നു, വേറൊരാൾ സ്നേഹിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ സ്നേഹിക്കുന്നവനിൽ നിന്ന് സ്നേഹിക്കപ്പെടുന്നവനിലേക്ക് ഒഴുകുന്ന സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, ഇത്രയും സുന്ദരമായ ഒരു ആഖ്യാനം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി മറ്റ് വിശുദ്ധരിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. കാരണം ഇത് വളരെ കൃത്യമാണ്. പിതാവ് സ്നേഹിക്കുന്നു, പുത്രൻ സ്നേഹിക്കപ്പെടുന്നു. ഇവർക്കിടയിൽ നിലനിൽക്കുന്ന സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിന് നമുക്ക് കൊടുക്കാവുന്ന സുന്ദരമായ ലളിതമായ നിർവചനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതോടൊപ്പം തന്നെ ഈ ജോസഫ് കുപ്പർത്തീനോ എന്ന് പറയുന്ന ആ മനുഷ്യൻ ബുദ്ധിയില്ലാത്തവൻ എന്നാണ് പറയുന്നത്. വിടുവായത്തം വിളമ്പുന്നവൻ എന്നൊക്കെ അവനെപ്പറ്റി വിശേഷിപ്പിക്കാറുണ്ട്. ആ വിശുദ്ധനെ പൗരോഹിത്യത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് പലരും തയ്യാറായിരുന്നില്ല. കാരണം അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനിലുള്ള വിശുദ്ധി കണക്കിലെടുത്ത് അവന് പൗരോഹിത്യം നൽകുന്നുണ്ട്. അങ്ങനെ പൗരോഹിത്യം നൽകി പുരോഹിതനായി അവൻ ഒരു കൊവേന്തായിൽ ഇങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ബിഷപ്പ് ആ കൊവേന്തായിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. ആ യോഗത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്: പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി ഗഹനവും ഗംഭീരവുമായ ഒരു പ്രബന്ധം തൻ്റെ മുമ്പിൽ കടന്നു വരുന്ന പുരോഹിതർക്ക് സമർപ്പിക്കുക. ഈ ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് പിതാവ് ഈ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ഈ ക്ലാസ്സിന് തൊട്ടു മുമ്പ് ഈ പിതാവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജോസഫ് കുപ്പർത്തീനോ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇതൊരല്പം ബുദ്ധിയും വിവരവും ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് ഇവനെ ആരും ക്ഷണിച്ചില്ല, അവനോട്ട് പോകാൻ തയ്യാറായില്ല. അങ്ങനെ കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഈ പരിശുദ്ധ പിതാവ് മെത്രാൻ വിശുദ്ധൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചിട്ട് വിശുദ്ധനായിട്ട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഈ മെത്രാപ്പൊലീത്ത ഇവനോട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ വലിയൊരു ക്ലാസ് എടുക്കാനുള്ള ഒരുക്കത്തിലാണ്, പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയാണ്. അപ്പോൾ ഈ ജോസഫ് കുപ്പർത്തീനോ ഈ പിതാവിനോട് പറയുന്നൊരു മറുപടിയുണ്ട്. അതിനെതിനാണ് പിതാവെ ഇത്ര ബുദ്ധിമുട്ടുന്നത്? വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ മെത്രാപ്പൊലീത്ത ഇവനെ വളരെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട്. കാരണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ ത്രിത്വം എന്നറിയാം. ആ ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തെ വളരെ ലളിതമായി കുപ്പർത്തീനോ അവതരിപ്പിച്ചപ്പോൾ വളരെ കൗതുകത്തോടു കൂടെ ഈ പിതാവ് കുപ്പർത്തീനോട് ചോദിക്കുന്നുണ്ട്, എന്നാ നീ ഒന്ന് പറഞ്ഞേ ഈ പരിശുദ്ധ ത്രിത്വം എന്താണെന്ന്. അവൻ കിടക്കാനൊരുങ്ങുകയായിരുന്നു. കിടക്കയ്ക്ക് മുകളിൽ ഒരു പുതപ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 മടക്കിലാണ് അത് വെച്ചിരുന്നത്. ഈ 3 മടക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുപ്പർത്തീനോ പിതാവിനോട് പറയുന്നുണ്ട്, ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് പരിശുദ്ധാത്മാവ്. എന്നിട്ട് ആ പുതപ്പ് ഇങ്ങനെ വിടർത്തിയെടുത്തിട്ട് ഇങ്ങനെ 2 കൊടയിൽ കുടഞ്ഞിട്ട് പറഞ്ഞു, ഇത് പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയാണ്.
പ്രിയമുള്ളവരെ, വാ പൊളിച്ച് നിൽക്കായിരുന്നു കുറച്ചു നേരത്തേക്ക് ഈ പിതാവ്. അതിനുശേഷം ആ പിതാവ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ ആ പിതാവ് ഒരുങ്ങിയ പ്രബന്ധ വ്യാഖ്യാനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ കുപ്പർത്തീനോ അവതരിപ്പിച്ച വളരെ ലളിതമായ വ്യാഖ്യാനം ഇവർക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രായോഗികത അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ ഒരു വ്യാഖ്യാനം കുപ്പർത്തീനോയ്ക്ക് ലഭിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് അത് അനുഭവത്തിൽ നിന്ന്. അതെ, പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് നാം ആസ്വദിക്കുന്ന ഒരു അനുഭവമാണ്. അയർലൻഡിന്റെ വിശുദ്ധനായ വിശുദ്ധ പാട്രിക് ജനിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിലും അയർലൻഡിന്റെ വിശുദ്ധൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്നാണ് അറിയപ്പെടുന്നത്. 16-ാം വയസ്സുവരെ അയർലൻഡിന്റെ ഏതോ ഒരു ഭാഗത്ത് അവൻ അടിമയായി ജീവിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വീണ്ടും അയർലൻഡിലേക്ക് അവൻ കടന്നു വരുന്നുണ്ട്. ആദ്യം വന്നത് ഒരടിമയായിട്ടാണ്, പക്ഷെ രണ്ടാമത് വന്നപ്പോൾ അടിമയായിരുന്നില്ല, മറിച്ച് മെത്രാപ്പൊലീത്തയായിരുന്നു. അങ്ങനെ മെത്രാനായി അയർലൻഡിലേക്ക് പ്രവേശിച്ച അവൻ അവിടെ ഉണ്ടായിരുന്ന വളരെ വിഖ്യാതരായ വ്യക്തികളിലേക്ക് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പറയാൻ വേണ്ടി അവൻ ഉപയോഗിച്ച ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിന്ത എങ്ങനെയായിരുന്നു, അവിടെ സാധാരണമായി ലഭിച്ചിരുന്ന ഒരു പുൽച്ചെടിയുണ്ട്. ആ പുൽച്ചെടിയുടെ പേര് ഷംറോക്ക് എന്നാണ്. ഷംറോക്ക് എന്ന പുൽച്ചെടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് മണ്ണിൽ നിന്നിങ്ങനെ മുളച്ചു വരും. അതിന് ഒരു തണ്ട്, ഒരല, ആ ഒരലയിൽ 3 ഇതളുകൾ. ഇത് ഈ ഷംറോക്ക് എന്ന പുൽച്ചെടി വിശുദ്ധ പാട്രിക് തൻ്റെ മുന്നിലുള്ള ശ്രോതാക്കളിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയും, പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി എനിക്ക് പറയാൻ എത്ര മാത്രമേ ഉള്ളൂ. ഇത് ഏകത്വമാണ്, ഇത് ഐക്യമാണ്, എന്നാൽ ഇത് വ്യതിരിക്തമാണ്. ഈ ചെടി നിങ്ങൾക്കൊക്കെ സുപരിചിതമാണല്ലോ. ഇതാണ് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വിശുദ്ധൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ പരിശുദ്ധ ത്രിത്വത്തെ ഈ ചെടിയിലൂടെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയല്ല, മറിച്ച് ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ ത്രിത്വമെന്ന് എനിക്ക് നിങ്ങളോട് ഇതിലൂടെ പറഞ്ഞു നൽകാനായിട്ട് സാധിക്കും. അതെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, ഹൃദയം കൊണ്ട് ആസ്വദിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ഹൃദയം കൊണ്ട് ആസ്വദിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധ ത്രിത്വത്തെ വ്യക്തിപരമായി നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തെ കൊണ്ട് നിനക്കുണ്ടായിട്ടുള്ള മെച്ചം എന്താ? നിനക്കുണ്ടായിട്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ നീ ആദ്യം സ്വീകരിച്ച ഒരു കൂദാശയും മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും നിന്നെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ദൈവാലയത്തിൽ നിനക്ക് വേണ്ടി കാത്തുനിന്ന ദൈവാലയത്തിലെ പുരോഹിതൻ നിന്റെ ശിരസിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ശരീരത്തിൽ സംഭവിച്ച ഒരു മാറ്റമുണ്ട്. നിന്റെ ശരീരത്തിൽ സംഭവിച്ച മാറ്റം ശരിക്കും ആത്മാവിലാണ് പ്രതിഫലിക്കുന്നത്. അത് വേറൊന്നുമല്ല, നിന്റെ ഉത്ഭവ പാപം നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അതെ, പരിശുദ്ധ ത്രിത്വത്തിലൂടെ നീ സ്വന്തമാക്കിയ ആദ്യത്തെ ലാഭം, ആദ്യത്തെ മെച്ചം എന്ന് പറഞ്ഞാൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഉത്ഭവഭാവം പൂർണ്ണമായും എടുത്തു മാറ്റി. പിന്നീട് നീ നിന്റെ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിക്കാം. നീ വീണ്ടും ചിലപ്പോഴൊക്കെ ഇത് പുരോഹിതന്റെ അധരങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതായത് നിനക്ക് വ്യക്തിപരമായി പുരോഹിതൻ ഈ ഒരു കാര്യം പങ്കുവയ്ക്കുന്നത് വേറൊരു സ്ഥലത്തു കൂടെയാണ്. അത് കുമ്പസാരക്കൂട്ടിലാണ്. കുമ്പസാരക്കൂട്ടിൽ വെച്ച് നിന്റെ പാപങ്ങളൊക്കെ നീ കുമ്പസാരക്കൂട്ടിലൂടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ പുരോഹിതൻ, ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ പുരോഹിതൻ നിന്നോട് പറയുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ഈ പരിശുദ്ധ ത്രിത്വത്തെ കൊണ്ട് എനിക്കുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, ഉത്ഭവപാപത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കപ്പെട്ടു,
കർമ്മപാപത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതെ, ഉത്ഭവപാപവും കർമ്മപാപവും എന്നിൽ നിന്ന് എടുത്തു മാറ്റി എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ കൃപ നൽകുന്ന ശക്തമായ ദൈവീക സാന്നിധ്യമാണ് എന്ത്? പരിശുദ്ധ തൃത്വം. ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ആഗോള കത്തോലിക്ക സഭ വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അതെ, പുത്രനെ, സ്വന്തം പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തെ സ്നേഹിച്ച ദൈവത്തെ, പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവം ഒരു പടി കൂടെ മുകളിൽ നിന്നുകൊണ്ട് വീണ്ടും സ്നേഹിക്കുക. ആ സ്നേഹം വേറൊന്നുമല്ല. ആ സ്നേഹം പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകി സ്നേഹിച്ചപ്പോൾ പുത്രനായ ദൈവം തൻ്റെ ഒരേ ഒരു ജീവനെ നമുക്ക് വേണ്ടി പകുത്തു നൽകിക്കൊണ്ട് ആ സ്നേഹം അവൻ കുറച്ചുകൂടെ കത്തി ജ്വലിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ കുറച്ചുകൂടെ കത്തി ജ്വലിപ്പിച്ചത് വേറൊന്നുമല്ല, ആ ജ്വലനം എന്നിൽ നിലനിൽക്കണം. അതെ, ആ ജ്വലനം എന്നിൽ നിലനിൽക്കാൻ വേണ്ടി അവൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ചെന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്ന് താഴേക്ക് മറ്റൊന്ന് പറഞ്ഞു വിട്ടു. അതും സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിലാണ് നാം നിലനിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നാം കഴിഞ്ഞ ആഴ്ചയിൽ ആഘോഷിച്ച പരിശുദ്ധാത്മാവെന്ന വലിയ സത്യമാണ്. അതെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ അവർ ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഇതേ സ്നേഹത്തിൽ ഒന്നായിരിക്കണം എന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ജോസഫ് കുപ്പർത്തീനോ, പാട്രിക് എന്നീ വിശുദ്ധരൊക്കെ പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. പക്ഷേ അവർ പരാജയപ്പെട്ടു. അവസാനം അവർ ഈ തൃത്വത്തെ അനുഭവിക്കുവാനായിട്ട് പരിശ്രമിച്ചു. അതിൽ അവർ വിജയിച്ചു. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എപ്പോഴും ആസ്വദിക്കേണ്ട വലിയൊരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തൃത്വം അതൊരു രഹസ്യമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. മറിച്ച് അതൊരു രസമാണ്. ആസ്വദിക്കാൻ പറ്റിയാൽ അതിനപ്പുറം വേറെ രസമില്ല. അങ്ങനെയുള്ള ഒരു ആത്മീയ രസമായി ഈ പരിശുദ്ധ തൃത്വത്തെ നിനക്ക് ആസ്വദിക്കാൻ പറ്റും. നിനക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ നീ ദൈവീക സ്നേഹം എന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ആയതിനാൽ പ്രിയമുള്ളവരെ, ഓർക്കണം, ഈ തൃത്വം അത് ദൈവമാണ്, സത്യമാണ്. പക്ഷേ ആ തൃത്വം സത്യവും ദൈവവുമായി എവിടെയോ ഇങ്ങനെ ഉയർത്തി നിർത്താനുള്ള ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് അത് വ്യക്തി ജീവിതത്തിൽ ആസ്വദിക്കണം. അത് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത്. പരിശുദ്ധ തൃത്വത്തെ കൊണ്ട് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന മെച്ചം എന്താ? സൂചിപ്പിച്ചു, ഉത്ഭവപാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു, കർമ്മപാപത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെയാണ് കുരിശുവര എന്ന് പറയുന്നത്. കുരിശുവരയിൽ നാം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ഒരു കുറച്ച് പുസ്തകക്കെട്ട് ഒന്ന് എടുത്തു നോക്കാം. ഈ പുസ്തകക്കെട്ട് എടുത്തിട്ട് നമ്മളതിങ്ങനെ കെട്ടും. കാരണം അതിങ്ങനെ ഊർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കെട്ടിവയ്ക്കും. അതിങ്ങനെ കെട്ടിവയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റക്കെട്ടല്ല ചെയ്യുന്നത്. അത് ആദ്യം ഇങ്ങനെ കെട്ടി അത് വീണ്ടും കുരിശാകൃതിയിൽ നമ്മൾ ഒന്നുകൂടെ ലംബമായും തിരശ്ചീനമായും ഇതിനിങ്ങനെ കെട്ടിവയ്ക്കും. കാരണം എന്താ? ഈ പുസ്തകക്കെട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, കുരിശുവരയുടെ ആധ്യാത്മികത ഇത് തന്നെ. നമ്മളുടെ ശരീരത്തെ അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിത്വത്തെ, ആത്മാവും ജീവനുമായ ഞാനെന്ന വ്യക്തിത്വത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഇങ്ങനെ വരച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളുടെ വ്യക്തിത്വത്തെ തൃത്വൈക ദൈവത്താൽ ലാമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വസിക്കേണ്ടത്. പ്രിയമുള്ളവരെ, തൃത്വൈക ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പലപ്പോഴും പല കുരിശുപള്ളികളിലും ദൈവാലയങ്ങളിലും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നാം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുരിശുവര
ഇതിൻ്റെ പിന്നിൽ ഇത്രമാത്രം ആഴമായ ബോധ്യമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ ഞാൻ ലാമിനേറ്റ് ചെയ്യുക. അങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള പാപങ്ങളും പാപപങ്കിലമായ അവസ്ഥകളും ഒന്നും എൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കില്ല. അത് എനിക്കൊരു പ്രശ്നമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് ആസ്വദിക്കാൻ പറ്റണം. അങ്ങനെ ജീവിതത്തെ ആസ്വദിക്കുമ്പോൾ ഈ പരിശുദ്ധ ത്രിത്വത്തിന് യഥാർത്ഥമായിട്ടുള്ളൊരർത്ഥമുണ്ട്. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിലെ അർത്ഥത്തെ അത് ജീവിതം കൊണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും കൊണ്ടുവരികയാണ്. ഉത്ഭവഭാവം മാറ്റുക, കർമ്മപാപവും എടുത്തു മാറ്റുക. പ്രിയമുള്ളവരെ, ഇത് രണ്ടും മാറ്റിക്കഴിയുമ്പോൾ നമ്മളുടെ ശരീരം ശൂന്യമാവും. ഹൃദയത്തിൽ വേറൊന്നുമില്ല. കാരണം പാപക്കറകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ മാമോദീസായിലൂടെ ഉത്ഭവഭാവം എടുത്ത് മാറ്റി പിന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് നാം ഹൃദയത്തിൽ വീണ്ടും ഇങ്ങനെ കർമ്മപാപം കൊണ്ട് ഒരുപാട് കളങ്കത നിറച്ചു വയ്ക്കുകയാണ്. പക്ഷേ കുമ്പസാരത്തിലൂടെ അതുകൂടെ എടുത്തു മാറ്റിക്കഴിയുമ്പോൾ ശൂന്യമായ ഹൃദയത്തിലേക്ക് എന്ത് നിറയപ്പെടുന്നു? കൃപ നിറയപ്പെടും. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ കറകളില്ലാത്ത കൃപകളുടെ നിറവുള്ള ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പരിശുദ്ധ കന്യകാമറിയം. അതെ, പരിശുദ്ധ ത്രിത്വം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നിന്നെ പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് ഉയർത്തി നിർത്തുകയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് ഉയർത്തി നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പ്രതീകാത്മകമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഉത്ഭവപാപം പോയി, പക്ഷെ കർമ്മപാപമുണ്ട്. ഈ കർമ്മപാപം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിക്കാം. കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്രൂശിതനെ ഒന്ന് നോക്കണം. ക്രൂശിതനെ ഒന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും ക്രൂശിതനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ക്രൂശിതൻ്റെ പ്രത്യേകത അറിയാം. കുരിശുണ്ട്, 3 ആണികളുണ്ട്, മുൾക്കിരീടമുണ്ട്. ഈ കുരിശ്, 3 ആണികൾ, മുൾക്കിരീടം, ഇതെന്തിൻ്റെ പ്രതീകമാണ്? തീർച്ചയാണ് അത് നമ്മുടെ പാപത്തിൻ്റെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിൻ്റെ പ്രതീകം എന്ന് പറയരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു ആഗോള സത്യമാണ്. ആഗോള സത്യത്തിൻ്റെ കൂടെ നിൽക്കാനാണ് നമുക്കൊക്കെ താല്പര്യം. പക്ഷെ അത് വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ക്രൂശിതനെ നോക്കിയിട്ട് ക്രൂശിതനിലെ മുൾക്കിരീടം, ക്രൂശിതനിലെ 3 ആണികൾ, ക്രൂശിതനിലെ കുരിശ്, എന്നിട്ട് ഇവയെ നോക്കി എൻ്റെ ഉള്ളിലേക്ക് എന്നോട് തന്നെ പറയാൻ പറ്റണം, ഇത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് ഇത് എൻ്റെ പാപത്തിൻ്റെ പ്രതീകം. ഇത് ഞാൻ കൊടുത്തതാണ്. എൻ്റെ പാപത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കുരിശും 3 ആണികളും മുൾക്കിരീടവും ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളത് എന്ന ബോധ്യത്തിൽ അവൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, ഞാൻ മൂലം ഇത് നിനക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊരു സങ്കടത്തോടുകൂടെ കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിക്കും. അങ്ങനെ കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിച്ച് നമ്മളുടെ പാപത്തിൽ നിന്ന് നമ്മളെ എടുത്തു മാറ്റി കൃപ നിറച്ച്, വേറൊരു വാക്കിൽ പറഞ്ഞാൽ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിയെ പരിശുദ്ധ അമ്മ എന്ന മഹത്വത്തിലേക്ക് രൂപകൽപ്പന ചെയ്യുന്ന ഒരു രൂപീകരണശാലയാണ്. ആ രൂപീകരണശാലയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയറിപ്പോയതുപോലെയല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്മയായിട്ടാണ്. ഏതമ്മ? പരിശുദ്ധ കന്യകാമറിയം. കാരണം എന്താ? ഉത്ഭവപാപവും കർമ്മപാപവും ഇല്ലാതെ കൃപകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന എന്നെ പിന്നെ പരിശുദ്ധ അമ്മ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കാൻ പറ്റുക? പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പ്രായശ്ചിത്തമൊക്കെ നടത്തിയതിന് ശേഷം വീണ്ടും ക്രൂശിതനിലേക്കൊന്ന് നോക്കണം. ക്രൂശിത രൂപം എൻ്റെ മുമ്പിലില്ല എങ്കിൽ ക്രൂശിത രൂപത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ ക്രൂശിത രൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ക്രിസ്തുവിൽ കുരിശില്ല, മുൾക്കിരീടമില്ല, ആണികളുമില്ല. കാരണം എന്താ? അത് എൻ്റെ പാപത്തിൻ്റെ പ്രതീകമായി. എൻ്റെ പാപത്തിൻ്റെ പ്രതീകമായ ഇവ 3ഉം ഞാൻ കുമ്പസാരക്കൂട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ പാപമില്ലാത്തവനാണ്, കൃപ നിറഞ്ഞവനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രൂശിതനിൽ കുരിശില്ല, മുൾക്കിരീടമില്ല, ആണികളുമില്ല. അവൻ ഫ്രീയാ, ടോട്ടൽ ഫ്രീയാ. അവൻ ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ചു നിൽക്കുമ്പോൾ ഇതിന് വേറൊരർത്ഥം കൂടെ നാം കണ്ടെത്തണം. അത് വേറൊന്നുമല്ല, ക്രൂശിതനായ ക്രിസ്തുനാഥൻ കുരിശില്ലാതെ, ആണികളില്ലാതെ, മുൾക്കിരീടമില്ലാതെ കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക്
ഒരു ആത്മീയമായ ക്ഷണക്കത്ത് നൽകുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അതേ പ്രിയമുള്ളവരെ, ക്രൂശിതൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന, അമ്മയായി രൂപാന്തരപ്പെട്ട എനിക്ക് നൽകുന്ന ആത്മീയമായ സമ്മാനമാണ് ഈ ആലിംഗനത്തിലുള്ള ക്ഷണം. അങ്ങനെ ആലിംഗനത്തിനായി അവൻ നമ്മെ ക്ഷണിക്കുമ്പോൾ, നാം അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, നാം അവനെ ഇങ്ങനെ ആലിംഗനം ചെയ്യുമ്പോൾ അവൻ വേറൊരു കുസൃതി കൂടെ കാണിക്കുമെന്ന് വ്യക്തിപരമായിട്ട് ചിന്തിക്കുക. അവൻ ചെയ്യുന്ന ഒരു കുസൃതി വേറെ ഒന്നുമല്ല, അവനെ തന്നെ ചെറുതാക്കും, ഉണ്ണീശോയായി രൂപാന്തരീകരണം പ്രാപിക്കും. എന്നിട്ട് അവൻ നമ്മളോട് പറയും, ഇനി നീ എന്നെ എടുത്ത് നിന്റെ ഒക്കത്ത് വെച്ചു, ഇനി നീ എന്നെ എടുത്ത് നിന്റെ മടിയിൽ അല്ലെങ്കിൽ നിന്റെ നെഞ്ചോട് നീ ഇങ്ങനെ ചേർത്ത് വെച്ചു. പ്രിയമുള്ളവരെ, കുരിശിൽ കിടന്ന ക്രൂശിതൻ ഉണ്ണീശോയായി നമ്മളുടെ കരങ്ങളിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, ഉണ്ണീശോയെ വഹിച്ച് നാം ഇങ്ങനെ നിൽക്കുമ്പോൾ, നാം വീണ്ടും അവിടെ അമ്മയായി കൃത്യമായി രൂപാന്തരപ്പെടുകയാണ്. കാരണം കൈകളിൽ ഉണ്ണീശോയെ വഹിച്ചു നിൽക്കുന്ന വ്യക്തിത്വം അത് വേറെ ആരുമല്ല, പരിശുദ്ധ കന്യകാമറിയം. അതെ, പരിശുദ്ധ കന്യകാമറിയമായി മാറാനുള്ള ഒരവസരം കുമ്പസാരക്കൂട്ടിലൂടെ, അതോടൊപ്പം തന്നെ മാമോദീസായിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നൽകിയത് വേറെ ആരുമല്ല, പരിശുദ്ധ തൃത്വമാണ്. പരിശുദ്ധ തൃത്വത്തോട് കടപ്പെട്ട ഒരു ജീവിതം ആസ്വദിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയമായി നമ്മെ മാറ്റിയ ഈ പരിശുദ്ധ തൃത്വത്തിന് നന്ദി പറയുമ്പോൾ, മറ്റൊന്നുകൂടെ പരിശുദ്ധ തൃത്വം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. എൻ്റെ മകനെ, മകളെ, ഞാൻ നിന്നെ പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തലത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതേ പ്രിയമുള്ളവരെ, അമ്മയായി മാറാൻ എളുപ്പമാണ്, പക്ഷേ അമ്മയായി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മയായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ അമ്മയിൽ നിറഞ്ഞു നിന്ന, അതെ, വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു. ആ അമ്മയിൽ നിറഞ്ഞു നിന്ന അതേ ദൈവിക ചൈതന്യം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലും ശരീരത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ നിറവിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അമ്മയായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എളുപ്പമുള്ള കാര്യമല്ല. കുമ്പസാരക്കൂട്ടിൽ നിന്ന് അമ്മയായി മാറി പുറത്തേക്കിറങ്ങുമ്പോൾ പലതും നമ്മളുടെ ചിന്തയിലേക്ക് വരും. ഒരു പക്ഷേ 2 നിമിഷമോ 5 നിമിഷമോ ഒക്കെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ ഒരു തലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് മറ്റു പലതുമൊക്കെ കയറി വന്ന് നമ്മളിലേക്ക് വീണ്ടും കർമ്മപാപത്തിൻ്റെ അലകൾ ഇങ്ങനെ കയറി വരികയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ തൃത്വം നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ഞാൻ നിന്നെ അമ്മയുടെ തലത്തിലേക്ക് ഉയർത്തി. ഈ തലത്തിൽ നിനക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? എത്ര നേരം ജീവിക്കാൻ പറ്റും? സ്വാഭാവികമാണ്, വീണു പോകുമ്പോൾ വീണ്ടും നമുക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വരാൻ പറ്റും. അങ്ങനെ കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ അമ്മയുടെ തസ്തികയിലേക്ക് ഉയർത്തപ്പെട്ട് ആ അമ്മയുടെ തസ്തികയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ നാം ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഈ ഒരു തലം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരിലേക്ക് പകർന്നു നൽകാൻ പറ്റും. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം ലേഖനത്തിലെ 13-ാം അധ്യായം 13-ാം തിരുവചനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അതെ, നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. അത് എൻ്റെ വാക്കിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ത്രിത്വത്തിൻ്റെ അഭിഷേകത്താൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ത്രിത്വൈക ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം നമ്മളുടെ ശരീരത്തിൽ എന്നും നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇങ്ങനെ കുരിശു വരക്കുമ്പോൾ വിശ്വസിക്കുക, നമ്മളുടെ ശരീരവും മനസ്സും പരിശുദ്ധ ത്രിത്വത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഈ അഭിഷേകം ചെയ്യപ്പെട്ട ഞാനെന്ന വ്യക്തിത്വത്തെ ഈ ലോകത്തിലൂടെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കപ്പെടുമ്പോൾ പാപത്തിൻ്റെ കറകളിലേക്ക് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി
ത്രിത്വൈക ദൈവം നമ്മെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ പൊതിഞ്ഞു പിടിക്കലിൽ എന്നും ആയിരിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. പിതാവായ പുത്രനായ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വർഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃപ്പാദത്തിങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ത്രിത്വൈക ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ജീവിതം ആസ്വദിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.